നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ ചോദ്യത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. സുന്ദരി, നല്ല അരിമണിയാ, കഴിച്ചോളൂ, മതിയായില്ലേ, ഇപ്പൊ കൊണ്ടുവരാം. അനു അടുക്കളയിലേക്ക് ഓടി. മുറ്റത്തെന്താ ബഹളം? അയ്യോ പരുന്ത്, എന്റെ സുന്ദരി. അവൾ വടിയെടുത്തൊരേറ് റാഞ്ചിയെടുത്ത കോഴിക്കുഞ്ഞിനെ പരുന്ത് താഴേക്കിട്ടു. അനു ഓടിച്ചെന്ന് 2 ഹസ്തങ്ങളും ചേർത്ത് അതിനെ വാരിയെടുത്തു. കിടുകിടാവിറയ്ക്കുന്ന കോഴിക്കുഞ്ഞിനെ മാറോടണച്ച് അവൾ സ്നേഹപൂർവ്വം തലോടി. ചുവപ്പും കറുപ്പും കലർന്ന നനുനനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങി കുണുങ്ങി നടത്തവുമുള്ള കുഞ്ഞിക്കോഴിയെ അനുവിന് ഏറെ ഇഷ്ടമാണ്. സുന്ദരിക്കോഴി വലുതായി ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, വളർത്തി വലുതാക്കി. ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ, നമുക്ക് തള്ളക്കോഴിയെ കറി വെക്കാം. അമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് അനുവിന് സങ്കടമായി. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടച്ഛാ, നമ്മുടെ സുന്ദരിയെ. മോളെ, സുന്ദരിക്ക് പ്രായമായില്ലേ, ഇനി എന്തിനാണ് അതിനെ വളർത്തുന്നത്? പ്രായമായവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ? അനു ചോദിച്ചു. അയാൾ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. കഥ വായിച്ചല്ലോ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതൂ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അനു അടുക്കളയിലേക്ക് പോയതെന്തിന്? എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? അമ്മയെ കാണാൻ, അരിയെടുക്കാൻ, വടിയെടുക്കാൻ, മുറ്റത്തെ ബഹളം കേട്ട്. ഏതാണ് ആൻസർ? അരിയെടുക്കാനായിരുന്നു അനു അടുക്കളയിലേക്ക് പോയത്. രണ്ടാമത്തെ ചോദ്യം, കഥയിൽ കൈ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻസ് എന്തെല്ലാമാണ്? ഹസ്തം, ബാഹു, കരം, പാണി. ഏതാണ് ആൻസർ? ഹസ്തമാണ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, അനുവിന് സുന്ദരിക്കോഴിയെ ഏറെ ഇഷ്ടമാവാൻ കാരണം എന്താണ്? എന്താണ് കാരണം? ചുവപ്പും കറുപ്പും കലർന്ന നനുനനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങി കുണുങ്ങിയുള്ള നടത്തവും കൊണ്ടാണ് അനുവിന് സുന്ദരിക്കോഴിയെ ഏറെ ഇഷ്ടമാവാൻ കാരണം. നാലാമത്തെ ചോദ്യം, കഥയിൽ പദങ്ങളുടെ ആവർത്തനം കൊണ്ട് അർത്ഥത്തെ ശക്തിപ്പെടുത്തുന്ന പ്രയോഗമേത്? ഏതെല്ലാമാണ്? കിടുകിട, നനുനനുത്ത, കുണുങ്ങി കുണുങ്ങി തുടങ്ങിയ വാക്കുകളാണ് പദങ്ങളുടെ ആവർത്തനം കൊണ്ട് അർത്ഥത്തെ ശക്തിപ്പെടുത്തുന്നത്. അഞ്ചാമത്തെ ചോദ്യം, പ്രായമായ സുന്ദരിക്കോഴിയെ ഒഴിവാക്കാൻ അനുവിന് തീരെ കഴിയുന്നില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? പ്രായമായെങ്കിലും അനുവിന് സുന്ദരിക്കോഴിയെ ഇപ്പോഴും ഇഷ്ടമായതുകൊണ്ട്. പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാം. മഴക്കാലമായി, പനിക്കാലവും വിവിധ തരം പനികളും മറ്റു പകർച്ചവ്യാധികളും ധാരാളമുള്ള കാലം. കൊതുകും ഈച്ചയും എലിയുമെല്ലാം അസുഖം പടർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. രോഗം പരത്തുന്ന ജീവികൾ പെറ്റുപെരുകാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. നമ്മുടെ അശ്രദ്ധയ്ക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? ആകർഷകമായ വാക്യങ്ങൾ ഉൾപ്പെടുത്താം, ചിത്രങ്ങളും ചേർക്കാം. താഴെ കൂട്ടുകാർക്കായി ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നത് നോക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കൂ. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കൂ. വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി ഒഴിവാക്കൂ. ആഴ്ചതോറും ഉറവിട നശീകരണം നടത്തൂ. മലിനവസ്തുക്കളുമായി സമ്പർക്കം നടത്തുമ്പോൾ കയ്യുറകളും കാലുറകളും ധരിക്കൂ. പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. നനയാതെയാകെ നനഞ്ഞു ഭൂമി അനിയനല്ലാത്തൊരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ. കുടയില്ലാത്തവർ എന്ന കവിതയിലെ ചേച്ചിയെയും അനിയനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർഷങ്ങൾക്കു ശേഷം തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെ കാണാൻ അനിയൻ നാട്ടിലെത്തുന്നു. പരസ്പരം കാണുമ്പോൾ അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക? കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അവർ പങ്കുവെച്ചിട്ടുണ്ടാവില്ലേ? സംഭാഷണം രൂപത്തിൽ എഴുതുക. ചേച്ചി എന്താണ് ചോദിക്കുന്നത്? വരൂ, ഇരിക്കൂ, എത്ര കാലമായി കണ്ടിട്ട്? ഇനി ബാക്കിയാണ് കൂട്ടുകാർ പൂർത്തിയാക്കേണ്ടത്. നമ്മൾക്കൊന്ന് പൂർത്തിയാക്കി നോക്കാം. അപ്പോൾ അനിയൻ എന്താണ് പറയുന്നത്? അതെ ചേച്ചി, ചേച്ചിക്ക് സുഖമാണോ? അപ്പോൾ ചേച്ചി, സുഖം തന്നെ. നിനക്കോ? അപ്പോൾ അനിയൻ എന്താണ് പറയുന്നത്? എനിക്കും സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. ചേച്ചി, നിന്നെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു.
അനിയൻ: അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ചേച്ചി. അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത്? എങ്ങനെ മറക്കും, നീ അന്ന് അവളെ കല്ലെറിഞ്ഞ് ഓടിപ്പോയതല്ലേ. അപ്പോൾ അനിയൻ എന്താണ് പറയുന്നത്? അത് പിന്നെ ചേച്ചിയോട് അങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? ഇതേപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സംഭാഷണം എഴുതി പൂർത്തിയാക്കാം. പ്രവർത്തനം 4: വാർത്ത തയ്യാറാക്കാം. ഞാവൽക്കാട്ടിലെ തീ അണയ്ക്കാനെത്തിയ മഴ നിന്നില്ല. അതിശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. മൃഗങ്ങളെല്ലാം ഉയരമുള്ള കുന്നിൻപുറങ്ങളിൽ അഭയം തേടി. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങി. തീയിട്ട മനുഷ്യരും പ്രാണരക്ഷാർത്ഥം കാട്ടിലെ ഉയരമുള്ള കുന്നിൻ മുകളിലെത്തി. കുന്നിന്റെ നെറുകയിലുള്ള മൃഗങ്ങളെല്ലാം എല്ലാം മറന്ന് മനുഷ്യരെ സ്വാഗതം ചെയ്തു. ഈ സംഭവം വാർത്തയായി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. വാർത്ത എഴുതുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു തലക്കെട്ടു നൽകണം. എവിടെയാണ് സംഭവിക്കുന്നതെന്ന് സ്ഥലത്തിന്റെ പേരും എഴുതണം. നമ്മൾക്കൊരു ഉദാഹരണം നോക്കാം. അതിശക്ത മഴ, നാടും നഗരവും വെള്ളത്തിൽ. ഞാവൽക്കാട്, ഞാവൽക്കാട്ടിൽ പടർന്നു പിടിച്ച തീ അണയ്ക്കാനെത്തിയ മഴ നിന്നില്ല. അതിശക്തമായി പെയ്ത കാരണം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. മൃഗങ്ങളെല്ലാം ഉയരമുള്ള കുന്നിൻപുറങ്ങളിൽ അഭയം തേടി. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങി. ഞാവൽക്കാട്ടിൽ തീയിട്ട മനുഷ്യരും പ്രാണനും കൊണ്ട് കാട്ടിലെ ഉയരമുള്ള കുന്നിൻ മുകളിലെത്തി. കുന്നിന്റെ നെറുകയിൽ തമ്പടിച്ചിരുന്ന മൃഗങ്ങളെല്ലാം മറന്ന് മനുഷ്യരെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പ്രവർത്തനം 5: അനുഭവക്കുറിപ്പ്. വെണ്ണക്കണ്ണനിൽ അമ്മ കണ്ണനോട് കാണിച്ച സ്നേഹവായ്പകൾ അച്ചുവിന് ഏറെ ഇഷ്ടമായി. തന്റെ അമ്മയും ഇതുപോലെ തന്നെയല്ലേ? ഞാനും എത്രയൊക്കെ കുസൃതികൾ അമ്മയോട് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അമ്മയുമായോ പ്രിയപ്പെട്ടവരുമായോ ബന്ധപ്പെട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലൊന്ന് അനുഭവക്കുറിപ്പായി എഴുതുക. കൂട്ടുകാർ അമ്മയുമായോ മറ്റു ബന്ധുക്കളുമായോ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അനുഭവക്കുറിപ്പായി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. ഒരിക്കൽ എന്നെ എൻ്റെ അമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി കടയിലേക്ക് പറഞ്ഞയച്ചു. ചെറുതായി ചാറ്റൽ മഴ ഉള്ളത് കാരണം കുടയുമായാണ് ഞാൻ പോയത്. ഇടവഴിയിലൂടെ നടന്ന് ഒരു തോടിന് കുറുകെയുള്ള ചെറിയ പാലം കടന്നു വേണം കടയിലെത്താൻ. അങ്ങനെ തോട് കടന്ന് കടയിലെത്തി അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു നടക്കാൻ തുടങ്ങി. തോടിനടുത്തെത്തിയപ്പോൾ ഒരു മോഹം, കാലൊന്ന് വെള്ളത്തിലിട്ട് നോക്കിയാലോ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ പരക്കം പായുന്ന മീനുകളുമുണ്ട്. കുടയും സാധനങ്ങളും പാലത്തിൽ വെച്ച് തോടിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴ ശക്തമായി. തോട്ടിൽ വെള്ളത്തിന്റെ ശക്തി കൂടി. എനിക്ക് പേടിയായി. കരച്ചിൽ വരാൻ തുടങ്ങി. അപ്പോഴാണ് തന്നെ കാണാതെ വെപ്രാളപ്പെട്ട് അമ്മ ഓടി വരുന്നത് കണ്ടത്. എനിക്ക് ആശ്വാസമായി. വഴക്ക് കിട്ടുമെന്ന് കരുതിയ എനിക്ക് അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ വിഷമമായി. തോട്ടിൽ നിന്നും എന്നെ കൈപിടിച്ചു കയറ്റി ഒരുപാട് മുത്തം തന്നു. നിന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കാരാ? അമ്മ ചോദിച്ചു. നമ്മൾ എത്ര വികൃതി കാണിച്ചാലും അമ്മമാർക്ക് നമ്മോട് സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പ്രവർത്തനം 6: ആസ്വാദനക്കുറിപ്പ്. താഴെ കാറ്റ് എന്ന കവിത നൽകിയിരിക്കുന്നത് വായിച്ചു നോക്കൂ. എല്ലാ ദിക്കിലും എത്തും കാറ്റ്, എന്നാൽ എങ്ങും തങ്ങാറില്ല. എവിടുന്നാണ് ഈ കാറ്റ് വരുന്നത്? ലവലേശവും അറിയില്ലാർക്കും. കാറ്റെത്തുമ്പോൾ നെൽപ്പാടങ്ങൾ നിലത്തുരുണ്ടു കളിക്കുന്നു. ആഹ്ലാദത്താൽ തെങ്ങിൻ തോപ്പുകൾ ആർത്തു വിളിച്ചു രസിക്കുന്നു. കാറ്റ് തലോടും നേരം നമ്മുടെ വേർപ്പും ക്ഷീണവും അകലുന്നു. കാറ്റുള്ളത് കൊണ്ടല്ലേ നമ്മൾ കൂഴിയിൽ ജന്മം കൈവന്നു. ഈ കവിത ആരാണ് എഴുതിയിരിക്കുന്നത്? മലയത്ത് അപ്പുണ്ണി. ഇവിടെ കവിതയിൽ നൽകിയിരിക്കുന്ന ചില വാക്കുകളുടെ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ കൂഴിയിൽ എന്നാൽ നമ്മൾക്ക് പ്ലസ് ഓടിയിൽ എന്നാണ്. ഊഴി എന്നാൽ എന്താണ്? ഭൂമിയാണ്. വേർപ്പ് എന്നാൽ എന്താണ്? വിയർപ്പാണ്. കവിത വായിച്ചല്ലോ. ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആരാണ് കവിത എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കവിതയിലെ വരികളുടെ ആശയം എന്തെല്ലാമാണെന്ന് എഴുതണം. കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് എഴുതണം. കവിതയ്ക്ക് ഭംഗി കൂട്ടുന്ന വാക്കുകളെ കുറിച്ച് പറയണം. കവിതയിലൂടെ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിക്കൂ. മലയത്ത് അപ്പുണ്ണിയുടെ കാറ്റ് എന്ന കവിതാഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരിടത്തും തങ്ങാതെ എല്ലാ ദിക്കിലും എത്തുന്ന കാറ്റിനെ കുറിച്ചാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. എവിടുന്നാണ് ഈ കാറ്റ് വരുന്നതെന്ന് ആർക്കും അറിയില്ലെന്നാണ് കവി പറയുന്നത്. ശക്തമായ കാറ്റ് വീശുമ്പോൾ നെൽപ്പാടങ്ങളെല്ലാം നിലത്ത്
നിലത്തുരുണ്ട് കളിക്കുന്നത് പോലെയാണെന്നും തെങ്ങിൻ തോപ്പുകൾ ആഹ്ലാദത്താൽ ആർത്തു വിളിച്ച് രസിക്കുകയാണെന്നും കവിയുടെ ഭാവനയിലൂടെ വായനക്കാരനും തോന്നുന്നു. കാറ്റ് നമ്മൾക്ക് ചുറ്റും വീശുമ്പോൾ നമ്മെ തലോടും പോലെയും അപ്പോൾ നമ്മുടെ ക്ഷീണവും വിയർപ്പുമെല്ലാം മാറുകയും ചെയ്യുന്നു. നമ്മൾക്ക് ഈ ഭൂമിയിൽ ജന്മം കൈവന്നത് തന്നെ കാറ്റുള്ളത് കൊണ്ടാണെന്നാണ് കവി പറയുന്നത്. കാറ്റെത്തുമ്പോൾ നെൽപ്പാടങ്ങൾ നിലത്തുരുണ്ട് കളിക്കുന്നു എന്ന വരി എനിക്കേറെ ഇഷ്ടമായി. ആവർത്തിച്ചു വരുന്ന വാക്കുകളുടെ പ്രയോഗങ്ങൾ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു. ഭൂമിയിൽ കാറ്റ് പ്രധാന പങ്കു വഹിക്കുന്നുണ്ടെന്ന് കവി വായനക്കാരന് കവിതയിലൂടെ മനസ്സിലാക്കി തരുന്നു. കുറഞ്ഞ വരികളിലൂടെ കൂടുതൽ ആശയങ്ങളാണ് കവി കവിതയിലൂടെ കാറ്റിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. മറ്റുള്ള സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റായി നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ പരിശോധിക്കുമല്ലോ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.